മോർണിംഗ്. ഇത് നമ്മൾ ബയോളജിയാണ് എടുക്കാൻ പോണത്. ബയോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ നൈട്രജൻ മെറ്റബോളിസം. 10th ചാപ്റ്ററാണ് നൈട്രജൻ മെറ്റബോളിസം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് എന്ത്? നൈട്രജൻ. 78% എന്തുതന്നെയാണ്? നൈട്രജനാണുള്ളത്. പക്ഷേ ഇത്രയധികം നൈട്രജൻ അന്തരീക്ഷ വായുവിൽ ഉണ്ടായിട്ടും പ്ലാന്റ്സിനോ ആനിമൽസിനോ നൈട്രജൻ, ഇപ്പോൾ നമ്മൾ ഓക്സിജനൊക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ ശ്വസിക്കുന്നത് പോലെ നൈട്രജനെ ഡയറക്റ്റായിട്ട് എടുക്കാനായിട്ട് പ്ലാന്റ്സിനോ ആനിമൽസിനോ കഴിയില്ല. എന്നാലോ നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഓരോ ജീവ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകം കൂടിയാണ്. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ് നൈട്രജൻ എടുക്കുന്നത്, എന്താണ് ആ മെറ്റബോളിസം, അതേപോലെ എങ്ങനെയാണ് നൈട്രജൻ്റെ ഒരു എമൗണ്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ തുടർന്നു പോകുന്നത്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോണത്, നൈട്രജൻ മെറ്റബോളിസം. അപ്പോൾ നമുക്കറിയാം 78% എന്തുതന്നെയാണ് അന്തരീക്ഷത്തിൽ? നൈട്രജനാണ്. അപ്പം നൈട്രജൻ സൈക്കിൾ വഴിയാണ് നൈട്രജൻ ഇങ്ങനെ പ്ലാന്റ്സ് ആനിമൽസ് യൂസ് ചെയ്യുന്നു, വീണ്ടും തിരിച്ച് ആ നൈട്രജൻ അവിടെ തന്നെ എത്തുന്നു. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ്, അതായത് നൈട്രജനെ ഡയറക്റ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റില്ല, അതിനെ നൈട്രൈറ്റുകളോ NO2 അല്ലെങ്കിൽ NO3 അങ്ങനെയുള്ള ഫോമുകളിലേക്ക് മാറ്റിയാലാണ് പ്ലാന്റ്സിന് അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ള ഫോമുകളിലേക്ക് അതിനെ മാറ്റുന്ന ബാക്ടീരിയാസ് ഉണ്ട്, നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അതിനെയാണ് നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ എന്ന് പറയാം. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ആ ബാക്ടീരിയാസ് ഡയറക്റ്റ്ലി വലിച്ചെടുത്തിട്ട് നൈട്രൈറ്റുകളോ ആക്കി മാറ്റും. ആ നൈട്രൈറ്റുകളും ആർക്ക് വലിച്ചെടുക്കാൻ പറ്റും? പ്ലാന്റ്സിന് വലിച്ചെടുക്കാൻ പറ്റും. പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ നമ്മൾ കഴിക്കുമ്പോൾ എന്താണ്, ആ നൈട്രജൻ്റെ അംശം നമുക്കും കിട്ടും, ആനിമൽസിനും കിട്ടും. ഇനി ഈ പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡെഡ് ആൻഡ് ഡീക്കേൻ മാറ്റേഴ്സ്, അതുപോലെ ഇപ്പോൾ നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂറിയ, അതുപോലെയുള്ള സെക്രീഷൻസ്, എക്സ്ക്രീറ്റ, ഇതൊക്കെ വഴി എന്താണ് ഈ നൈട്രജൻ പോകും നമ്മുടെ ശരീരത്തിൽ നിന്ന്, പ്ലാന്റ് ശരീരത്തിൽ നിന്നൊക്കെ പോകും. ഡെഡ് ആൻഡ് ഡീക്കെയിൻ മാറ്ററിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഡെഡ് ആൻഡ് ഡീക്കെയിൻ മാറ്റർ വഴി നമ്മുടെ യൂറിയ, അങ്ങനെ നമ്മുടെ എക്സ്ക്രീഷൻ വഴിയൊക്കെ എന്ത് ചെയ്യും? നൈട്രജൻ പുറത്തേക്ക് പോകും. ഇനി ഇങ്ങനെയുള്ള നൈട്രജനെ എന്താണ് വേറെ ബാക്ടീരിയാസ് പിന്നെയും ഡീഗ്രേഡ് ചെയ്യും. ഡീഗ്രേഡ് ചെയ്തിട്ട് അമോണിയ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കും. നമുക്കറിയാം എന്താണ് അമോണിയ എന്ന് പറയുന്നത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. ആ അമോണിയനെ നിർവീര്യമാക്കിയിട്ടാണ് കരളാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് യൂറിൻ ഫോർമേഷൻ നമ്മുടെ ബോഡിയിലെ പഠിക്കുമ്പോൾ, എക്സ്ക്രീഷനൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്യും? നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് നൈട്രജനെ വലിച്ചെടുത്തിട്ട് നൈട്രൈറ്റുകളോ ആക്കി മാറ്റും. അതിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. ഇങ്ങനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തിട്ടുള്ള ഈ നൈട്രൈറ്റുകളോ അത് നൈട്രജൻ ഫോംസ് എങ്ങനെയാണ്? പ്ലാന്റ്സിന് കൺസ്യൂം ചെയ്യുമ്പോൾ ആനിമൽസിന് കിട്ടും. പ്ലാന്റ്സിൻ്റെ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ വഴിയും അതേപോലെ ആനിമൽസിൻ്റെ യൂറിയ പോലുള്ള എക്സ്ക്രീഷൻസ് വഴിയും എന്താണ് നൈട്രജൻ അവരുടെ ബോഡിയിൽ നിന്ന് പോകും. അതിനെ വേറെ ബാക്ടീരിയാസ് വന്ന് ഡീഗ്രേഡ് ചെയ്തിട്ട് അമോണിയാക്കി മാറ്റും. ആ NO2 അല്ലെങ്കിൽ NO3 ഡീഗ്രേഡ് ചെയ്തിട്ട് അമോണിയാക്കി മാറ്റും. ഈ അമോണിയ എന്ന് പറയുന്നത് വളരെ ഹാർംഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ആ അമോണിയയ്ക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഓർഗാനിക് ആസിഡുകളുമായി കൂടി ചേർന്നിട്ട് അമിനോ ആസിഡുകൾ ഫോം ചെയ്യും. അമിനോ ആസിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് അമിനോ ആസിഡുകൾ. അപ്പോൾ അങ്ങനെ അമിനോ ആസിഡുകൾ ഫോം ചെയ്യും. എന്നിട്ട് ഈ ബാക്ടീരിയയിൽ നിന്ന് എന്താണ് അമിനോ ആസിഡുകൾ ഫോം ചെയ്യും. അതേപോലെ തന്നെ അമിനോ ആസിഡുകൾ ഫോം ചെയ്യും. ഇനി നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ നൈട്രേറ്റ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്ലാന്റ്സ് വലിച്ചെടുത്തിട്ട് പിന്നെയും ഈ അമോണിയയുടെ ഡീഗ്രേഡേഷൻ വഴി നൈട്രേറ്റുകൾ പിന്നെയും വരും. എന്നിട്ട് ഇതിനെന്ത് ചെയ്യും? ഡീനൈട്രിഫയിങ് ബാക്ടീരിയ പിന്നെയും അന്തരീക്ഷത്തിലെ നൈട്രജൻ ആക്കി മാറ്റി അങ്ങോട്ട് വിടും. ഇതാണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് നൈട്രൈറ്റുകളോ ആക്കി മാറ്റും. ആ നൈട്രേറ്റുകൾക്ക് ഡയറക്റ്റായിട്ട് എന്ത് സംഭവിക്കാം? ഡീനൈട്രിഫിക്കേഷൻ സംഭവിച്ചിട്ട് അന്തരീക്ഷത്തിലോ നൈട്രജനായിട്ട് മാറാം. വേറൊരു വഴി എന്ന് പറയുന്നത് അവരെ പ്ലാന്റ്സ് കൺസ്യൂം ചെയ്യണത്, പ്ലാന്റ്സിനെ ആനിമൽസ് കൺസ്യൂം ചെയ്യണത്. പ്ലാന്റ്സിൻ്റെ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റേഴ്സ് വഴിയും ആനിമൽസിൻ്റെ എക്സ്ക്രീഷൻ വഴിയും പിന്നെയും എന്തുണ്ടാവുന്നുണ്ട്? നൈട്രജൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്.
അതിനെ ചില ബാക്ടീരിയാസ് വന്നിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നു. ആ ഡീഗ്രേഡ് ചെയ്ത് അമോണിയയാക്കി മാറ്റുന്നു. ആ അമോണിയയിലെ പിന്നെയും എന്താണ്, അത് അമ്യൂണോ ആസിഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഓർഗാനിക് ആസിഡുകളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അമോണിയ വളരെ വിഷാംശമുള്ളതാണ്. അപ്പോൾ അത് വിഷാംശം കുറയ്ക്കാനായിട്ട് ഓർഗാനിക് ആസിഡുകളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അമ്യൂണോ ആസിഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എന്തുണ്ടാവുന്നുണ്ട്, നൈട്രേറ്റുകളും ഉണ്ടാവുന്നുണ്ട്. ഇതേ നൈട്രേറ്റുകളും പിന്നെയും ഡീനൈട്രിഫൈ ചെയ്തിട്ട് അന്തരീക്ഷത്തിലെ നൈട്രജനായിട്ട് തിരിച്ചു പോകും. ഇതാണ് നൈട്രജൻ സൈക്കിൾ. അപ്പോൾ ഇതാണ് നൈട്രജൻ സൈക്കിൾ. അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ, അതിനെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, അത് നൈട്രേറ്റുകളോ നൈട്രൈറ്റുകളോ ആക്കി മാറ്റും. അതിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. പ്ലാന്റ്സിനെ തിന്നുന്ന വഴി ആനിമൽസിന് അത് കിട്ടും. ഇവർ രണ്ടുപേരുടെയും ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽസ്, യൂറിയ, എക്സ്ക്രീറ്റ, അവരുടെ വിസർജ്യങ്ങൾ പോലുള്ള വഴി എന്താണ്, വീണ്ടും അവിടെ നിന്ന് നൈട്രേറ്റുകളും പുറത്തു വരും. അവിടെ നിന്ന് അതിനെ ഡീഗ്രേഡ് ചെയ്യും. ബാക്ടീരിയാസ് അതിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് അമോണിയയാക്കി മാറ്റും. ഈ അമോണിയ പിന്നെ വീണ്ടും നൈട്രേറ്റുകളായിട്ട് മാറും. അതായത് അമ്യൂണോ ആസിഡുകൾ ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബൈ പ്രോഡക്ട്സ് പോലെ നൈട്രേറ്റുകൾ ഉണ്ടാവും. ഇവരെ ഡീനൈട്രിഫൈങ് ബാക്ടീരിയാസ് വീണ്ടും അറ്റ്മോസ്ഫിയറിക് ഓക്സിജനാക്കി മാറ്റും. നമ്മുടെ ടെക്സ്റ്റിലുണ്ട് ഇത്. അപ്പോൾ ഇതാണ് എന്ത് വന്നിരിക്കുന്നത്, നൈട്രജൻ സൈക്കിൾ. അപ്പോൾ നിങ്ങളിത് വരച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നൈട്രജൻ ഫിക്സിങ്ങിൻ്റെ ഫോർമുല. അത് ചോദിക്കാറുണ്ട് കേട്ടോ. N2 + 8H + 8 ഇലക്ട്രോൺ, അതായത് 8 ഹൈഡ്രജൻ, അതേപോലെ തന്നെ 8 ഇലക്ട്രോണുകൾ കിട്ടി. 6 ATP. ATP എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ഗീവ്സ് 2 NH3, അതായത് അമോണിയ + H2 ഹൈഡ്രജൻ. ഇതാണ് നൈട്രജൻ ഫിക്സിങ്ങിൻ്റെ ഫോർമുല. ഇതും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത്, അന്തരീക്ഷത്തിൽ നിന്ന് വന്ന നൈട്രജനെ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വിടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു ടേമാണ് ട്രാൻസമിനേഷൻ. ട്രാൻസമിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അമോണിയയുടെ ഡീഗ്രഡേഷൻ വഴി, അല്ലെങ്കിൽ അമോണിയനെ ഓർഗാനിക് ആസിഡുകളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അമിനോ ആസിഡ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഈ അമിനോ ആസിഡിലെ അമിനോ ഗ്രൂപ്പ് പോയിട്ട് കീറ്റോ ഗ്രൂപ്പ് അതിന് പകരം വരിക. ആ ഒരു പ്രോസസ്സാണ് എന്ത്, ട്രാൻസമിനേഷൻ എന്ന് പറയുന്നത്. അമോണിയയുടെ ഡീഗ്രഡേഷൻ്റെ സമയത്ത് എന്തുണ്ടാവുന്നുണ്ട്, അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഈ അമിനോ ആസിഡിലെ അമിനോ ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ കീറ്റോ ഗ്രൂപ്പ് വരിക. ഇതിനെയാണ് ട്രാൻസമിനേഷൻ എന്ന് പറയുന്നത്. ഇനി നൈട്രജൻ ഫിക്സേഷൻ 2 തരത്തിൽ നടത്താം. ഒന്ന് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫിക്സേഷനും, 2 എബയോളജിക്കൽ ഫിക്സേഷനുമാണ്. ബയോളജിക്കൽ ഫിക്സേഷനാണ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞത്. എന്തായിരുന്നു, അന്തരീക്ഷത്തിലെ നൈട്രജനെ എന്ത് ചെയ്യും, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് എടുത്തിട്ട് നൈട്രേറ്റുകളോ ഒക്കെ ആക്കി മാറ്റും. ഇതിന് നൈട്രോജീനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് നൈട്രേറ്റ് ആക്കി മാറ്റുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് എന്ത്, നൈട്രോജീനേസ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള നൈട്രേറ്റിനെ നൈട്രൈറ്റ് ആക്കി മാറ്റും. ആദ്യം NO2 ഉണ്ടാവും, പിന്നെ അതിനെന്തുണ്ടാക്കി മാറ്റും, NO3 ആക്കി മാറ്റും. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നൈട്രേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്നൊരു എൻസൈമാണ്. നൈട്രേറ്റ് റിഡക്റ്റേസ് ഈ നൈട്രേറ്റിനെ നൈട്രൈറ്റ് ആക്കി മാറ്റും. അത് നൈട്രൈറ്റ് അമോണിയ ആയിട്ട് മാറും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് നൈട്രൈറ്റ് റിഡക്റ്റേഴ്സ്. ഇങ്ങനെ ഉണ്ടാകുന്ന അമോണിയ എന്ത് ചെയ്യും, ഓർഗാനിക് ആസിഡ്സുകളുമായിട്ട് ചേർന്നിട്ട് അമിനോ ആസിഡ് ഫോം ചെയ്യും. ഇതാണ് ബയോളജിക്കൽ ഫിക്സേഷൻ നമ്മൾ പറഞ്ഞത്. ഇനി എബയോളജിക്കൽ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് അമോണിയ ഉണ്ടാക്കിയെടുക്കുക. ആ പ്രോസസ്സിനെയാണ് ഹേബർ പ്രോസസ്സ് എന്ന് പറയാം. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എന്ത്, ഹേബർ പ്രോസസ്സ്. ആ പ്രോസസ്സ് വഴി അമോണിയ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് എബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വരുന്നത്. അമോണിയ ചേർന്ന വളങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ വളങ്ങൾ ചേർക്കുന്നത്. ഇനി എന്താണ് ഹേബർ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഉയർന്ന ചൂടിൽ, അതിമർദ്ദം, ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും മിശ്രിതം ഏതെങ്കിലും ഒരു എൻസൈംസിൻ്റെ സഹായത്തോടു കൂടി കടത്തി വിട്ടിട്ട് അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ ഒരു എൻസൈം പ്രസൻസിൽ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാവാം. ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ എൻസൈമിൻ്റെ പ്രസൻസിൽ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാവാം. ഈ പ്രോസസ്സാണ് എന്ത്, ഹേബേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യലി അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സ്.
ലെഗ്യുമിനോസ് പ്ലാന്റ്സ്, പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ, അവർക്ക് എന്താണ് നൈട്രജൻ ഫിക്സേഷനിൽ വലിയൊരു പങ്കുണ്ട്. കാരണം ഈ പയർ ചെടിയുടെ വേരുകളൊക്കെ ഉണ്ടാവും, ചെറിയ മുഴ പോലെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറില്ലം അങ്ങനെയൊക്കെ പറയുന്ന ചില ബാക്ടീരിയാസ് ഉണ്ടാവും. ഈ ബാക്ടീരിയാസിന് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവരെന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ നൈട്രജനെ വലിച്ചെടുത്തിട്ട് ഈ പറഞ്ഞ പോലെ നൈട്രേറ്റുകളൊക്കെ ആക്കി മാറ്റും. അതായത് പ്ലാന്റിനെ അബ്സോർബ് ചെയ്യാവുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റും. അതുകൊണ്ടാണ് പണ്ട് കാലം മുതലേ തന്നെ നമ്മളിപ്പോൾ നെൽകൃഷിയൊക്കെ കഴിഞ്ഞ പാടങ്ങളിൽ ഇടവിളയായിട്ട് നമ്മൾ പയർ ചെടി നടും, പച്ചപ്പയർ നടും. പയർ നടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പയർ നടുമ്പോൾ എന്താണ് നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് അവരുടെ വേരിലുണ്ടായിരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്താണ് ആ മണ്ണിൽ ആ ബാക്ടീരിയാസിൻ്റെ ഒരു അംശം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നെല്ല് നടുന്ന സമയത്ത് എന്താണ് ഈ ബാക്ടീരിയാസ് നൈട്രജനെ ഫിക്സ് ചെയ്ത് നെൽച്ചെടിക്ക് കൊടുത്തോളും. ഇപ്പോൾ നമ്മളങ്ങനെയാണ്, നമ്മൾ അമോണിയ വളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് നൈട്രജന് വേണ്ടിയിട്ട്, ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന ഒരു പ്രോസസ്സാണത്. ഇടവിളകൾ നടാറുണ്ടല്ലോ, ഇടവിളകളായിട്ട് നടുക, പയർ നടുക. അപ്പോൾ ഇത് ലെഗ്യുമിനോസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളാണ്. അവരുടെ നൈട്രജൻ ഫിക്സേഷനുള്ള ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞാൽ അവരുടെ വേരുകളിൽ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആ നൈട്രജൻ്റെ സൈക്കിളൊന്ന് നമ്മളൊന്ന് വരച്ച് പഠിക്കണം, അതുകൂടി കാണാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കാം.